ആദ്യമായി കരോളിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സീസൺ നമ്മൾ തൂക്കും. ഇത് തന്നെ കഴിഞ്ഞ 3 കൊല്ലം പറഞ്ഞത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കരോളിന്റെ കൊട്ടി താളം ഡാൻസ് ഇത് കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. இந்த வாட்டி മിസ്സേ ആവാതെ. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക? ക്രിസ്മസിന് എന്റെ വെറൈറ്റി കേക്കണം. സാന്റാ ക്ലോസ് വാ, ക്രിസ്മസിന് വാ, കൂട്ടിലുണ്ണി യേശു പിറന്നേ. നിങ്ങളെല്ലാരും കരോളിന് വന്നേ? അല്ല, OLX ഈ വീട് കണ്ടിട്ട് അവര് മേടിക്കാൻ വന്നത്. എന്നാ നിങ്ങൾ ആട്ടിയിട്ട് പൊക്കോളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ആടിയിട്ട് പൊക്കോളൂ. അൽത്താ ഉള്ളി കോറസ്. സംഭവം നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും അടിച്ചു പൊളിച്ച് പുട്ടടിക്കാൻ വേണ്ടി കരോൾ നടത്തുന്നതാണെങ്കിലും നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. യേശു പിറന്നേ, യേശു പിറന്നേ, ബത്ലഹേമിൻ പുൽക്കൂട്ടിലായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ക്രൂരൻ യൂദാസേ, നീ യേശുവിനെ ഒറ്റിയില്ലേ. ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് സാന്റ വരുന്നേ, കേക്കും വൈനും മേടിച്ച് ചാച്ചൻ വരുന്നേ. വയലാർ എഴുതുപോലെ സ്റ്റാറുകൾ തൂക്കാം, പ്ലം കേക്കും തിന്നാം, ക്രിസ്മസ് കാരോളിൽ കൂത്താടാം. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, പച്ചവെള്ളം ചേച്ചി, പച്ചവെള്ളം. പച്ചവെള്ളോ? 1000 രൂപ ഉണ്ട് മോനെ, പിടിച്ച. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ഞങ്ങൾ പോകുന്നു. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. ഒരു വമ്പൻ ട്വിസ്റ്റ്. കരോളിനോട്ട് എത്ര കിട്ടി? ഇവിടുത്തെ അച്ചായൻ 1000 രൂപ തന്നു. ഏത് ഈ ആളില്ലാത്ത വീട്? ആളില്ലാത്ത വീട്? ആ, ഇവിടുത്തെ അച്ഛനും ഭാര്യ 2 കൊല്ലമായിട്ട് UK സെറ്റിലില്ലേ? നീയൊക്കെ എന്തോടെ പറയുന്നത്? അവിടെ കണ്ട കാര്യം വേഗം കൊണ്ടുപോവാ. ഇടങ്ങോട്ട് അവന്മാര് പൊട്ടന്മാരായോണ്ട് മനസ്സിലായില്ല നമ്മൾ കക്കാൻ കയറിയതാണ്. പൊട്ടനും പോയി, പണ്ടനും പോയി, പോട്ടും കിട്ടി. Merry Christmas! സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ഞങ്ങൾ പോകുന്നു.